ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പഴയ നിയമത്തിലെ ഒരു മനോഹരമായ പുസ്തകമാണ് തോബിത്തിൻ്റെ പുസ്തകം. തോബിത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് പറയുന്നത് നഫ്താലി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വളരെ നീതിമാനായി സത്യസന്ധനായി ജീവിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞുവെങ്കിലും അനേകം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഈ തോബിത്തിനെ തേടി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ തോബിത്ത് തടവുകാരനായി നിനവയിലേക്ക് പോയ ഒരു സന്ദർഭത്തെക്കുറിച്ച് തോബിത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം സൂചിപ്പിക്കുകയാണ്. തടവുകാരനായി നിനവയിലെത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതിയരുടെ ഭക്ഷണം കഴിച്ചു. എന്നാൽ ഞാൻ കഴിച്ചില്ല, കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. വളരെ ഹൃദയസ്പർശിയായി എനിക്ക് തോന്നിയ ഒരു വചനമാണിത്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിലനിന്നിരുന്നതുകൊണ്ട് ഞാൻ വിജാതിയരുടെ ഭക്ഷണം കഴിച്ചില്ല. ഈ കാലഘട്ടത്തിൽ, ഈ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, നമ്മെ സ്നേഹിക്കാൻ വേണ്ടി ജീവിതം ബലിയായി അർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ ഓരോ ക്രൈസ്തവൻ്റെയും മനസ്സിൽ നിലനിൽക്കേണ്ട ഒന്നാണ്. ആ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ കൊണ്ടാണ് പാപത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ, അതുപോലെ കൗമാരപ്രായക്കാർ, മദ്യം, മയക്കുമരുന്ന്, മറ്റു പല പ്രലോഭനങ്ങളും നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പലരും പറയാറുണ്ട്, ഞാൻ ആ ഒരവസ്ഥയിൽ എല്ലാം മറന്നുപോയി, ഞാനതിനങ്ങ് അടിമപ്പെട്ടു പോയി. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ നിലനിൽക്കേണ്ട ഓർമ്മ ദൈവത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മെ സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കന്മാരെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മളെ ആത്മീയമായി വളർത്തി വലുതാക്കിയ ആത്മീയ ഗുരുക്കന്മാരെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. നമ്മളെ വളരെ ത്യാഗപൂർവമായി പഠിപ്പിച്ച അധ്യാപകരെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അങ്ങനെ ഓർമ്മയുടെ മണ്ഡലത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത കുറേയേറെ വ്യക്തിത്വങ്ങൾ, നന്മയുടെ പ്രതീകങ്ങളായി നമ്മുടെ ജീവിതത്തിലുണ്ട്. അവരുടെ വാക്കും പ്രവൃത്തിയും അവർ നമുക്കോട് കാണിച്ച കരുതലും സ്നേഹവും നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ക്കാതെ നമ്മൾ സൂക്ഷിച്ചാൽ അതൊരു വലിയ അമൂല്യ നിധി തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഈ ഓർമ്മകൾ നമ്മെ വീണുപോയാലും അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാനും നമ്മെ പുതിയ തലങ്ങളിലേക്കൊക്കെ നയിക്കുവാനും ഇടയാക്കി തീർക്കും. ആയതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ദൈവത്തിലൂടെയോ ദൈവം നമുക്ക് സ്നേഹസമ്മാനമായി നൽകിയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കന്മാരിലോ അധ്യാപകരിലൂടെയോ സഹപ്രവർത്തകരിലൂടെയോ കിട്ടിയിട്ടുള്ള നല്ല ഓർമ്മകളെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അവ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കാലഹരണപ്പെട്ടു പോകാതിരിക്കാനും ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അത് വലിയ അനുഗ്രഹമാകും. ദൈവം അനുഗ്രഹിക്കട്ടെ.